പേര് നരോത്തം ദാസ് ഠാക്കുർ, ശ്യാമാനന്ദ പണ്ഡിറ്റ്, ഇവർ 3 പേരുമാണ് ആദ്യമായിട്ട് ബുക്ക് വിതരണം തുടങ്ങി വെച്ചത്. ഇപ്പൊ ശ്യാമാനന്ദ പണ്ഡിറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ശ്യാമാനന്ദ പണ്ഡിറ്റിന്റെ ഗുരുവായ ഹൃദയ ചൈതന്യയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഗൗരിദാസ പണ്ഡിതൻ ഇവരെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ശ്യാമാനന്ദ പണ്ഡിറ്റിലേക്ക് വരാം. എങ്കിലേ നമുക്ക് ക്ലിയർ ആയിട്ട് ശ്യാമാനന്ദ പണ്ഡിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആദ്യമേ ഗൗരിദാസ പണ്ഡിതൻ. ഗൗരിദാസൻ ബംഗാളിലെ നവദ്വീപിനടുത്തുള്ള ശാലിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് കൻസാരി മിശ്ര, അമ്മ കമലാദേവി. ഗൗരിദാസിന് സൂര്യദാസ് എന്ന് പറയുന്ന ഒരു സഹോദരനും കൂടി ഉണ്ടായിരുന്നു. സൂര്യദാസിന് 2 പെൺകുട്ടികളാണ്, വസുധയും ജാഹ്നവി. വസുധയും ജാഹ്നവിയും ആരാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. പലതവണ ഞാൻ ഈ പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. വസുധ, ജാഹ്നവി, ഇവരെ ആരാണ്? ഹരേ കൃഷ്ണ. ജാഹ്നവി ഗംഗാ അല്ലേ? ആ, ഗംഗാ മാതാവാണ്. പക്ഷെ ആരാണ് ഇവര്? വസുധ ഭൂമിദേവിയാണ്, ജാഹ്നവ്യ സാക്ഷാൽ ഗംഗാ മാത തന്നെയാണ്. പക്ഷെ ഇവരാരാണ്? നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിമാരാണ് വസുധയും ജാഹ്നവി മാതയും. അപ്പൊ ഒരു ദിവസം ഗൗരിദാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അംബിക ഖൽനയിലേക്ക് പോകണം. അവിടെ ഇരുന്ന് ഗംഗാനദിയുടെ തീരത്തിരുന്ന് സാധന തുടരണം എന്ന് പറഞ്ഞു. അപ്പം ഗൗരിദാസൻ വളരെ സന്തോഷത്തോടെ തന്നെ അംബിക ഖൽനയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസമൊക്കെ സ്വീകരിച്ച് ശാന്തിപൂരിൽ നിന്നും മടങ്ങുകയാണ്. അപ്പൊ ശാന്തിപൂരിൽ നിന്ന് മഹാപ്രഭു ഹരിനദി ഗ്രാമത്തിലൂടെയാണ് വന്നത്. അപ്പൊ അവിടെ ബോട്ട് കടന്നു വേണം ഗംഗാനദി ക്രോസ് ചെയ്യണമെങ്കിൽ. അപ്പൊ മഹാപ്രഭു തന്നെ ആ ബോട്ട് തുഴഞ്ഞ് ഗംഗാനദിക്ക് ഇക്കരെ കടന്ന് അംബിക ഖൽനയിൽ വന്നു. അപ്പം കരയ്ക്കെടുത്തപ്പം ആ തുഴയും കൂടി കയ്യിലെടുത്തും കൊണ്ടാണ് മഹാപ്രഭു വന്നത്. അംബിക ഖൽനയിൽ വന്നു. നേരെ ഗൗരിദാസ പണ്ഡിതന്റെ ഭവനത്തിലാണ് വന്നത്. അപ്പൊ വന്ന പാണ്ഡ്യപ്പം ഗൗരിദാസിന് വളരെയധികം സന്തോഷമായി. കാരണം ഒട്ടും വിചാരിച്ചിരിക്കാതെയാണ് മഹാപ്രഭു തന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഗൗരിദാസൻ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പൊ മഹാപ്രഭു വന്ന പാടെ ഗൗരിദാസിനെ ആലിംഗനം ചെയ്തിട്ട് ഈ തുഴ കയ്യിൽ കൊടുത്തു. അപ്പൊ ഗൗരിദാസൻ ചോദിച്ചു, എനിക്കെന്തിനാണ് ഈ തുഴ? അപ്പൊ പറഞ്ഞു, നിന്റെ ജോലി എന്താന്ന് വെച്ചാല് പതിതാത്മാക്കളെ ഭവസാഗരത്തിന് മറുകര എത്തിക്കുകയാണ്. അപ്പൊ ഈ തുഴ നീ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വളരെ സന്തോഷത്തോടെ ആ തുഴ കയ്യിൽ വാങ്ങി. എന്നിട്ട് മഹാപ്രഭു ഗൗരിദാസിനോട് പറഞ്ഞു, വരൂ എന്റെ കൂടെ, എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ ഗൗരിദാസിനെയും കൂട്ടി മഹാപ്രഭു തന്റെ ഭവനത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഭഗവത്ഗീത എടുത്തു കൊടുത്തു. അപ്പൊ അത് വളരെ സന്തോഷത്തോടെ ഗൗരിദാസിന് അത് വാങ്ങി. അത് തുറന്നു നോക്കിയപ്പം മഹാപ്രഭു തന്റെ കൈ കൊണ്ട് പകർത്തിയെടുത്ത് എഴുതിയതാണ്. അന്നൊന്നും പ്രിന്റിങ് പ്രസ്സുകളോ ഒന്നുമില്ല. എല്ലാം എത്ര കോപ്പി വേണമെങ്കിൽ അത് കൈകൊണ്ട് പകർത്തി എഴുതണം. അക്കാലത്ത് അങ്ങനെയായിരുന്നു. ഏറ്റവും വലിയ സേവനമാണ് അത്. ഇപ്പൊ എല്ലാവർക്കും ഈ സേവനം ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. കാരണം എത്ര കോപ്പികൾ എടുക്കണമെങ്കിൽ എല്ലാവരും ഇരുന്ന് എത്ര വലിയ ബുക്കാണെങ്കിലും കൈകൊണ്ട് അത് എഴുതിയെടുക്കണം. അന്ന് ഇന്നത്തെ പോലെ പേപ്പറില്ല, ഒന്നുമില്ല. നാരായ ഉപയോഗിച്ചിട്ട് താളി ഓലകളിലാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഭഗവത്ഗീതയാണ്. അതും മഹാപ്രഭുവിന്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയ നല്ല വടിവൊത്ത അക്ഷരങ്ങൾ, മുത്തുമണികൾ പോലുള്ള അക്ഷരങ്ങളാണ്. ഗൗരിദാസൻ ആ ഭഗവത്ഗീതയിലൂടെ തന്റെ കൈകൾ ഇങ്ങനെ
ആ ഓരോ അക്ഷരങ്ങളെയും തലോടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ആ ബുക്ക് വളരെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അപ്പൊ അദ്ദേഹം സന്തോഷത്താൽ ഉന്മത്തനായിരുന്നു. കാരണം മഹാപ്രഭുവിന്റെ സ്വന്തം കൈകൊണ്ട് പകർത്തി എഴുതിയ ഒരു ഗീതാ ബുക്കാണ്. എന്നിട്ട് മഹാപ്രഭുവിനോട് അനുവാദം വാങ്ങിച്ച് തന്റെ ഭവനത്തിലേക്ക് യാത്ര തുടങ്ങി. അപ്പൊ വരുന്ന വഴിക്ക് ഈ ഗീതാ ബുക്ക് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം ചിന്തിക്കുകയായിരുന്നു, മഹാപ്രഭു എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഇത് പകർത്തി എഴുതിയിട്ടുണ്ടാവുക, മഹാപ്രഭുവിന്റെ കൈകൾ വേദനിച്ചിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പല ചിന്തകളാലാണ് അദ്ദേഹം വീട്ടിലേക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ മഹാപ്രഭു സന്യാസ് എടുത്ത സമയത്ത് ഗൗരിദാസനും ഉണ്ടായിരുന്നു. പക്ഷെ ഗൗരിദാസൻ മഹാപ്രഭുവിന്റെ അടുത്ത് പോയിരുന്നില്ല. കാരണം ഒരു പരിത്യാഗിയായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് ആരും തന്നെ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാവരും വിലക്കി. പക്ഷെ മഹാപ്രഭു അതൊന്നും കൂട്ടാക്കാതെയാണ്. കാരണം തന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുക, തിരുനാമം എല്ലാവർക്കും എല്ലായിടത്തും വിതരണം ചെയ്യുക, സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിക്കുക, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കൃപ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുക. ഈ ഉദ്ദേശത്തോടെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. അദ്ദേഹം ആര് പറഞ്ഞിട്ടും ആ സന്യാസ ദീക്ഷ എന്നുള്ളത് ഉപേക്ഷിക്കാന് തയ്യാറായില്ല. അപ്പൊ ഗൗരിദാസൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പരിത്യാഗിയായി കഴിഞ്ഞാൽ അധികം താമസിയാതെ മഹാപ്രഭു ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോകും. പിന്നെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? പിന്നെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞു. പക്ഷെ ഭഗവാൻ ഒരിക്കലും ഭക്തരെ ഉപേക്ഷിക്കില്ല. നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലും ഒറ്റയ്ക്ക് കാണാനേ സാധിക്കില്ല. ഒരു പറ്റം ഗോപന്മാരല്ലെങ്കിൽ ഗോപികമാര് ഇങ്ങനെ ഭക്തരാൽ ചുറ്റപ്പെട്ടിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും കാണപ്പെടുക. അപ്പൊ മഹാപ്രഭു എന്ത് ചെയ്തു? നേരെ നിത്യാനന്ദ പ്രഭുവിനെയും കൂട്ടി ഗൗരിദാസ പണ്ഡിതന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഗൗരിദാസ പണ്ഡിതൻ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ താമസിക്കൂ, എന്റെ ഭവനത്തിൽ താമസിക്കൂ, ഞാന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു തരാം. അപ്പൊ മഹാപ്രഭു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്നില്ല, പക്ഷെ ഞങ്ങളുടെ മൂർത്തികൾ, അർച്ചാ വിഗ്രഹങ്ങളെ നിനക്ക് തരാം, നീ അർച്ചാ വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കണം. അപ്പം ഗൗരിദാസ പണ്ഡിതൻ ചോദിച്ചു, അതെങ്ങനെയാണ്? നിങ്ങളെ രണ്ടുപേരെയും ആരാധിക്കുന്നതും നിങ്ങളുടെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതും എങ്ങനെ ഒരുപോലെ ആകും? വിഗ്രഹം സംസാരിക്കില്ല, നടക്കില്ല, തിരുനാമം ജപിക്കില്ല, നൃത്തം ചെയ്യില്ല, ഒന്നുമില്ല. അപ്പൊ പറഞ്ഞില്ല, വിഗ്രഹങ്ങൾ ഇതെല്ലാം ചെയ്യും. എന്നിട്ട് പറഞ്ഞു ഗൗരിദാസനോട് ഒരു വേപ്പിന്റെ തടി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരിദാസന് തന്റെ സേവകരെ വിട്ട് നവദ്വീപിൽ നിന്നും ഒരു വേപ്പിന്റെ തടി കൊണ്ടുവന്നു. അപ്പൊ അത് മുറിച്ചിട്ട് ഗൗരിദാസന്റെ ആൾക്കാർ അത് വെച്ചിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും മൂർത്തികൾ ഉണ്ടാക്കി. അപ്പം ആ മൂർത്തികള് ഇവരെ കാണുന്നത് പോലെ തന്നെ ഇരിക്കും. അപ്പം അദ്വൈതാചാര്യരുടെ മകനായ അച്യുതാനന്ദൻ ഗോപാല മന്ത്രം ഉരുവിട്ടിട്ട് ആ വിഗ്രഹങ്ങൾക്ക്, ആ മൂർത്തികൾക്ക് ചൈതന്യം കൊടുത്തിട്ട് അതിന് പ്രാണപ്രതിഷ്ഠ നടത്തി. അത് കഴിഞ്ഞപ്പോ മഹാപ്രഭു പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് 4 പേർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഗൗരിദാസൻ വളരെ സന്തോഷത്തോടെ സദ്യ ഒരുക്കി. ഇപ്പൊ മഹാപ്രഭുവിനെ നിത്യാനന്ദ പ്രഭുവിനെ വിളിച്ചു പ്രസാദം ഭക്ഷിക്കാനായിട്ട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ മഹാപ്രഭു പറഞ്ഞു, ഞങ്ങളെ രണ്ടുപേരും മാത്രമല്ല, ഈ ഞങ്ങളുടെ മൂർത്തികൾക്കും കൊടുക്കണം ഭക്ഷണം. അപ്പം ഗൗരിദാസൻ ചോദിച്ചു, അതെങ്ങനെയാണ്? മൂർത്തികൾ ഭക്ഷിക്കില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഇല്ല, നിനക്ക് വിശ്വാസം ഇല്ല അല്ലേ? അപ്പൊ പറഞ്ഞു, എന്നാ നോക്കിക്കൊള്ളു. അപ്പൊ ഗൗരിദാസൻ ആ 2 മൂർത്തികളെയും ഇരിപ്പിടത്തില് സ്ഥാപിച്ചിട്ട് അവയുടെ മുമ്പിലും പ്രസാദമൊക്കെ വിളമ്പിക്കൊടുത്തു. അപ്പൊ എങ്ങനെയാണോ നിത്യാനന്ദ പ്രഭുവും മഹാപ്രഭുവും പ്രസാദം ഭക്ഷിച്ചത്, അതുപോലെ തന്നെ ഈ മൂർത്തികളും പ്രസാദം ഭക്ഷിച്ചു തുടങ്ങി. അപ്പം ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് നിത്തായി ഗൗരയുടെ മൂർത്തി നിലവിൽ വരുന്നത്. ആ നിത്തായി ഗൗരയെ ആരാധിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യമായിട്ട് ഗൗർ നിത്തായുടെ ഡെയ്റ്റി ആരാധിച്ചത് ഈ ഗൗരിദാസ പണ്ഡിതനാണ്. ഇന്നിപ്പം മിക്കവരുടെയും വീടുകളിൽ കാണും ഗൗർ നിത്തായുടെ ഡെയ്റ്റി. ഇങ്ങനെയാണ് നിത്തായ് പറഞ്ഞാല് നിത്യാനന്ദ പ്രഭു, മറ്റേത് ഗൗരംഗ മഹാപ്രഭു. ഗൗർ നിത്തായി എന്നാണ് ഈ വിഗ്രഹങ്ങൾ അറിയപ്പെടുന്നത്. ഇങ്ങനെയാണ്
ഇന്ന് നമ്മുടെ വൈഷ്ണവരുടെ ഇടയില് ഗൗർനിത്തായുടെ ആരാധന നിലവിൽ വന്നത്. അപ്പൊ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും എങ്ങനെയാണോ പ്രസാദം ഭക്ഷിച്ചത് അതുപോലെ തന്നെ ഈ മൂർത്തികളും ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു തുടങ്ങി. ഇത് കണ്ട് ഗൗരിദാസിന് വളരെയധികം സന്തോഷമായി. അപ്പൊ അത് കഴിഞ്ഞ് മഹാപ്രഭു പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഈ മൂർത്തികൾ എവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. അപ്പം ഈ മൂർത്തികളെ ആരാധിക്കാൻ ഒരാൾ വേണം. കാരണം ഗൗരിദാസിന് വേറെ ധാരാളം പണികളുണ്ട്. ഭക്തി പ്രചരിപ്പിക്കണം, പിന്നെ ശിഷ്യന്മാരുണ്ട്, അവർക്ക് വേണ്ടുന്ന അറിവുകൾ പകർന്നു കൊടുക്കണം, അവരെയൊക്കെ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം. ഇങ്ങനെ അപ്പം വിഗ്രഹാരാധനയ്ക്കായിട്ട് ആരെങ്കിലും വേണം. അതിന് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ വേണമല്ലോ. അതിനായിട്ട് ഒരാളിനെ അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കെ ഇപ്പം മൂർഷിദാബാദില് ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാധവ മിശ്ര എന്ന് പറയുന്ന ഒരു പരിശുദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണനുണ്ട്. ആ ബ്രാഹ്മണന് 2 മക്കളാണ്, ഗദാധറും കാശിനാഥും. കാശിനാഥന് 2 മക്കളുണ്ട്, നയനാനന്ദനും ഹൃദയാനന്ദനും. ഇങ്ങനെ 2 മക്കളുണ്ട്. ഈ ഗദാധരൻ കാശിനാഥ്, ഗദാധരൻ ആരാണെന്ന് വെച്ചാൽ ഇവരെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഗദാധരൻ ആരാണ്? ആർക്കെങ്കിലും പറയാമോ? ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗദാധരൻ. ഗദാധര പണ്ഡിറ്റാണ്. അതെ, ഗദാധര പണ്ഡിറ്റാണ്. അതായത് മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഗദാധര പണ്ഡിറ്റ്, അതായത് സാക്ഷാൽ രാധാറാണി. രാധാറാണി മൂർഷിദാബാദിലാണ് അവതരിച്ചത്. അത് ഗദാധരനായിട്ടാണ് അവിടെ ഈ മാധവ മിശ്ര എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ മകനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഗദാധരൻ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അതായത് ഗദാധര പണ്ഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഗദാധര പണ്ഡിറ്റാണ് ഹൃദയാനന്ദനെ വളർത്തിയെടുത്തതും ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തു, ഭക്തി തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ ഭക്തനാക്കി മാറ്റി. അപ്പം ഗൗരിദാസന് ഈ ഗദാധര പണ്ഡിറ്റിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ഹൃദയാനന്ദനെ എനിക്ക് വിട്ടു തരണം. അപ്പം വളരെ സന്തോഷത്തോടെ ഗദാധര പണ്ഡിറ്റ് ഹൃദയാനന്ദനെ ഗൗരിദാസന് കൊടുത്തു. അങ്ങനെ ഗൗരിദാസന് ഹൃദയാനന്ദനെയും കൂട്ടി തന്റെ ഭവനത്തിൽ വന്ന് ഈ ഗൗർനെത്തായി ആരാധിക്കാനുള്ള ചുമതല ഹൃദയാനന്ദനെ ഏൽപ്പിച്ചു. അങ്ങനെ ഹൃദയാനന്ദൻ പിന്നെ അതിനോടൊപ്പം തന്നെ ഭക്തി തത്വങ്ങളൊക്കെ ഹൃദയാനന്ദനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മഹാപ്രഭുവിന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് മഹാപ്രഭുവിന്റെ അനുയായികളെല്ലാം. അപ്പൊ ഗൗരിദാസിന് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കാരണം നല്ല ചിലവുണ്ട്, എല്ലാവരെയും വിളിക്കണം, നാമസങ്കീർത്തനം ചെയ്യണം, വരുന്നവർക്കൊക്കെ പ്രസാദം കൊടുക്കണം. അപ്പൊ അതിനായിട്ട് പൈസ പിരിക്കാനായിട്ട് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗൗരിദാസൻ ഹൃദയാനന്ദനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് വീട് വിട്ട് പുറത്തേക്ക് പോയി. അപ്പം ഈ ഗൗരപൂർണിമയുടെ ദിവസം അടുക്കാറായി. അപ്പൊ ഹൃദയാനന്ദന് ഭയങ്കര ടെൻഷൻ. കാരണം തന്റെ ഗുരു ഇതേവരെ മടങ്ങി വന്നിട്ടില്ല, ഇവിടെ വേണ്ടുന്ന ആശ്രമത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ, ആരെയും ക്ഷണിച്ചിട്ടില്ല. ഇതൊക്കെ ആകെ വേവലാതിയായി. ഇനി എന്ത് ചെയ്യും? ഗുരുവിനെ കാണുന്നില്ല. അപ്പൊ ഹൃദയാനന്ദൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് സ്വയം തന്നെ ഗുരുവിനെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തില് ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിക്കാനായിട്ട് ചെറിയ ചെറിയ ലഘുലേഖകളൊക്കെ അച്ചടിച്ച് അവിടെ ഉള്ളവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു, എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമേ ബാക്കിയുള്ളൂ ഗൗരപൂർണിമയ്ക്ക്. അപ്പൊ അതിന്റെ തലേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഈ ഗൗരിദാസൻ തന്റെ ആശ്രമത്തിലേക്കും മടങ്ങി വന്നപ്പോൾ ഹൃദയാനന്ദൻ വളരെ സന്തോഷത്തോടെ ഗുരുവിനോട് പറഞ്ഞു, ഞാൻ ഗൗരപൂർണിമ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്, അങ്ങേക്കിനി യാതൊരു ബുദ്ധിമുട്ടുമില്ല, അത് ഭംഗിയായിട്ട് അങ്ങ് നിർവഹിച്ചാൽ മാത്രം മതിയെന്ന്. ഇത് കേട്ട് ഉള്ളാലെ ഗൗരിദാസൻ സന്തോഷിച്ചു. പക്ഷെ പുറമേക്ക് ദേഷ്യം കാണിക്കുക മാത്രമല്ല ശാസിക്കുകയും ചെയ്തു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ അനുവാദമില്ലാതെ ഞാൻ മടങ്ങി വരും, എനിക്ക് ഓർമ്മയുണ്ട് ഗൗരപൂർണിമയാണെന്ന്,
ഞാൻ അതിനു മുമ്പ് മടങ്ങി വരുമെന്ന് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്റെ അനുവാദമില്ലാതെ നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തത്? അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പുറത്തു പൊക്കോളൂ, എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഹൃദയാനന്ദൻ അങ്ങേയറ്റം സങ്കടമായി. കാരണം ഗുരുവിനെ മറികടക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല, ഗുരുവിനെ സഹായിക്കണം, ഗുരുവിനെ സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിനുള്ള വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തതെങ്കിലും ഗൗരിദാസൻ അതിന് സമ്മതിച്ചില്ല. അദ്ദേഹം ഹൃദയാനന്ദന് ഗുരുവിന്റെ ആശ്രമം വിട്ട് ഗംഗാനദിയുടെ തീരത്തുനിന്ന് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ഹൃദയാനന്ദൻ ക്ഷണിച്ച പ്രകാരം ആൾക്കാർ വന്നു തുടങ്ങി. അവര് തലയിൽ ചുമടുകളായിട്ടാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ചിലര് പല്ലക്കിൽ വരുന്നു, ചിലര് കൊട്ട തലയിൽ വെച്ചിട്ട് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത്. ആൾക്കാർ ഒഴുകുകയാണ് ഗൗരിദാസന്റെ ആശ്രമത്തിലേക്ക്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഒരിക്കലും നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെ മറികടക്കാൻ പാടില്ല. ഗുരുവിന്റെ അനുവാദമില്ലാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യാന് പാടില്ല. ഗുരുവിന് വേണ്ടുന്ന ബഹുമാനം നമ്മൾ ഗുരുവിന് കൊടുത്തു തന്നെയാവണം. എങ്ങനെയുള്ള ചുറ്റുപാടിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഒരിക്കലും ഗുരുവിനെ മറികടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കണം, ഈ ഹൃദയാനന്ദന്റെ ഗൗരിദാസിന്റെ ഈ കാര്യങ്ങളിൽ നിന്നും. അപ്പൊ ഹൃദയാനന്ദൻ ഗംഗാനദിയുടെ തീരത്തിരിക്കുന്നത് ചിലര് കണ്ടു. അവരങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നാളെയല്ലേ ഗൗരി പൂർണിമ, അപ്പം ആശ്രമത്തില് ധാരാളം ജോലികളില്ലേ, വരൂ, ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങൾ കുറെ സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഹൃദയാനന്ദൻ പറഞ്ഞു, ഗുരു എന്നെ പുറത്താക്കി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആശ്രമത്തിലേക്ക് പൊക്കോളൂ, ഗുരുവിനെ നിങ്ങൾ സഹായിക്കും. അപ്പൊ അവര് ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. ആശ്രമത്തിൽ ചെന്നപ്പം അവിടെ ഗൗരിദാസൻ പറഞ്ഞു, നിങ്ങളൊക്കെ വന്നത് ഞാൻ ക്ഷണിച്ചിട്ടല്ല, ഹൃദയാനന്ദൻ ക്ഷണിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളുമായിട്ട് ഹൃദയാനന്ദന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിങ്ങൾ ഹൃദയാനന്ദനും ഒത്തിട്ട് ഗൗരപൂർണിമ ആഘോഷിക്കും. ഞാൻ ഏർപ്പാടാക്കിയ കാര്യങ്ങൾ കൊണ്ട്, ഞാൻ ക്ഷണിച്ചവരെയും കൊണ്ടിട്ട് ഞാൻ ഇവിടെ ഗൗരപൂർണിമ ആഘോഷിച്ചു കൊള്ളാം. അപ്പൊ വന്നവരൊക്കെ വളരെ സന്തോഷത്തോടെ നേരെ ഹൃദയാനന്ദന്റെ അടുക്കലേക്ക് വന്നത്. അപ്പൊ അവര് പറഞ്ഞു ഹൃദയാനന്ദനോട്, നിന്റെ ഗുരുവാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിട്ടത്, അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടി ഗൗരപൂർണിമ ആഘോഷിക്കാം. അപ്പം ഹൃദയാനന്ദൻ വളരെയധികം ദുഃഖത്തിലായിരുന്നു. എനിക്കും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഗൗരിദാസൻ ഇപ്രകാരം ചെയ്തത്. അപ്പം ഗുരു പറഞ്ഞിട്ടല്ലേ. അപ്പം വളരെയധികം സന്തോഷമായിട്ട് അവരെല്ലാവരും കൂടി ഗംഗാനദിയുടെ തീരത്ത് ഗൗരപൂർണിമ വളരെ കെങ്കേമമായിട്ട്, മഹാപ്രഭുവിന്റെ അവതാര ദിനം കെങ്കേമമായിട്ട് ആഘോഷിച്ചു. ആശ്രമത്തിലെ ഗൗരിദാസന്റെ അനുയായികളുമായിട്ട് അവിടെയും ഈ ഗൗരപൂർണിമ ആഘോഷിച്ചു. അപ്പൊ ഇവിടെ ഗംഗാനദിയുടെ തീരത്ത് എല്ലാവരും ഹൃദയാനന്ദനോടൊപ്പം തിരുനാമം ജപിക്കുകയും സങ്കീർത്തനം പൊടിപൊടിക്കുകയാണ്. വളരെ ഉച്ചത്തിലാണ് തിരുനാമ ജപം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോള് ആ ആശ്രമത്തിലുള്ള ഗവർണറ്റയുടെ ഡേറ്റ് എന്തു ചെയ്തു എന്ന് വെച്ചാല്, അവർക്ക് ഇരിക്കപ്രതിയില്ല. ഇവിടെ തിരുനാമം ജപിക്കുന്ന ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രസിയോടെ എല്ലാവരും ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അപ്പൊ ഈ അർച്ചാവിഗ്രഹങ്ങൾ രണ്ടുപേരും അൾട്ടറിൽ നിന്ന് ഇറങ്ങി നടന്ന് എവിടേക്ക് വന്നു? ഹൃദയാനന്ദൻ അവിടെ ഗൗരപൂർണിമ ആഘോഷിക്കുന്ന ഗംഗാനദിയുടെ തീരത്തേക്ക് വന്നു. അപ്പം ഗൗരിദാസിന്റെ പൂജാരി, അപ്പൊ ഗംഗാദാസിനെയാണ് ഹൃദയാനന്ദന് പകരം പൂജാരിയായിട്ട് ഏർപ്പെടുത്തിയത്. അപ്പം ഗംഗാദാസിന് ഓഫർ ചെയ്യാനുള്ള സാധനങ്ങളുമായിട്ട് ആ അൾട്ടർ തുറന്നപ്പോ വിഗ്രഹം അവിടെ ഇല്ല. അപ്പം ഗൗരിദാസിനോട് പറഞ്ഞു, ഇവിടുത്തെ മൂർത്തികൾ കാണുന്നില്ല, അവര് ഹൃദയാനന്ദന്റെ അടുത്ത് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഗൗരിദാസിന് ദേഷ്യം വന്നിട്ട് ഒരു വടി എടുത്തും കൊണ്ട് ഓടി. എങ്ങോട്ടേക്ക്? ഈ ഹൃദയാനന്ദന്റെ അടുത്തേക്ക് ഓടി. അവിടെ ഒന്ന് ദൂരെ തന്നെ കണ്ടു ഈ അവിടെ ഉച്ചത്തില് തിരുനാമം ജപിക്കുന്നതും സങ്കീർത്തന പൊടി പൊടിക്കുന്നു, മൃദംഗത്തിന്റെയും കരതാളിന്റെയും ഒക്കെ സൗണ്ട് കേൾക്കാം. അപ്പൊ ഗൗരിദാസ് ദൂരെ നിന്ന് കണ്ടു അവരെല്ലാവരും ആനന്ദ നൃത്തം ചെയ്യുകയാണ്. അവരുടെ ഇടയില് ഗവർണറ്റായുടെ ഡേറ്റി, ആ അർച്ചാവിഗ്രഹങ്ങളും രണ്ട് കൈ ഉയർത്തി അവരും തിരുനാമം ജപിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്നു.
അപ്പം ഇതിൻ്റെ ഇടയില് രണ്ടുപേരും കണ്ടു, ഗൗരിദാസൻ വടിയുമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോ ഈ രണ്ട് വിഗ്രഹങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഹൃദയാനന്ദന്റെ ഹൃദയത്തിലേക്ക് അപ്രത്യക്ഷമായി. അപ്പം ഗൗരിദാസനൊന്ന് പുഞ്ചിരിച്ചുവെങ്കിൽ തിരിച്ച് തന്റെ ഗുരു ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിൽ വന്ന് ആൾട്ടറിലേക്ക് നോക്കിയപ്പോൾ വിഗ്രഹങ്ങൾ അവിടെയുണ്ട്. അവിടെ വെച്ചിട്ട് മഹാപ്രഭു കളിയാക്കുന്ന മാതിരി പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ ശിഷ്യന്റെ നിന്നോടുള്ള വിശ്വാസം എത്രയുണ്ടെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യമായില്ലേ, അവന്റെ ആ ഭക്തി കണ്ടില്ലേ നിനക്ക് എന്ന്. അപ്പൊ ഗൗരിദാസിനെ ഒന്നുമേ പറഞ്ഞില്ല, ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. തിരികെ ഹൃദയാനന്ദന്റെ അടുത്ത് വന്നിട്ട് ഹൃദയാനന്ദനെ ആലിംഗനം ചെയ്തു. ഹൃദയാനന്ദൻ തന്റെ ഗുരുവിന്റെ പാദത്തില് ദണ്ഡവത് പ്രണാമം അർപ്പിച്ചു. അങ്ങനെ ഹൃദയാനന്ദനെയും കൂട്ടി തന്റെ ആശ്രമത്തിലേക്ക് വരികയും ഹൃദയാനന്ദനെ കൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ ഹൃദയാനന്ദനല്ല, ഹൃദയ ചൈതന്യം എന്ന് നീ അറിയപ്പെടും. കാരണം നിന്റെ ആ ഭക്തി ഡിവോഷൻ എത്രയാണ്, എന്നോടുള്ളതും മഹാപ്രഭുവിനോടും നിത്യാനന്ദ പ്രഭുവിനോടുള്ള നിന്റെ ആ ഡിവോഷൻ എത്രയാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. എന്നോട് ക്ഷമിക്കണമെന്ന് തന്റെ ശിഷ്യനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അന്നു മുതലേ ഹൃദയാനന്ദൻ ഹൃദയ ചൈതന്യ എന്ന പേരില് അറിയപ്പെട്ടു. അപ്പം ഈ ഹൃദയ ചൈതന്യാണ് ശ്യാമാനന്ദ പണ്ഡിറ്റിന്റെ ഗുരു. ഹൃദയ ചൈതന്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ശ്യാമാനന്ദ പണ്ഡിറ്റ്. അപ്പൊ ഇനി നമുക്ക് ശ്യാമാനന്ദ പണ്ഡിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ശ്യാമാനന്ദ പണ്ഡിറ്റ് ജനിക്കുന്നത് മിഡ്നാപൂരിലാണ്. ബംഗ്ലാദേശിലെ മിഡ്നാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മിഡ്നാപൂർ ജില്ലയിലെ ഹരേന്ദ്ര ബഹാദൂർപൂർ പറയും. ഇന്ന് ആ സ്ഥലം കാലായിക്കുണ്ട എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരു അവരുടെ കുലത്തൊഴിലെന്ന് വെച്ചാല് പശുക്കളെ വളർത്തി പാല് വിറ്റ് ഉപജീവനം നയിക്കുന്ന ആൾക്കാരാണ്. അച്ഛന്റെ പേര് ശ്രീകൃഷ്ണ മൊണ്ടേൽ, അമ്മ ദുരിക. അപ്പൊ ഇവർക്ക് പിന്നീട് ഇവരെ ഒറീസയിലേക്ക് വന്നു. ബംഗ്ലാദേശിൽ നിന്നും ഇവരെ ഒറീസയിലെ ദന്തേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. അപ്പൊ ഇവർക്ക് കുറെ കുട്ടികളുണ്ടായി. പക്ഷെ കുട്ടികളൊക്കെ ജനിക്കുന്ന ഉടനെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവര് വളരെ ദുഃഖിതരായിട്ട് കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ശ്യാമാനന്ദ പണ്ഡിതൻ അവർക്ക് ജനിക്കുന്നത്. അപ്പൊ ഇത്രയും സങ്കടം സഹിച്ചിട്ട് ഉണ്ടായ കുട്ടിയായ കാരണം എല്ലാവരും ഈ കുട്ടിയെ ദുഃഖി എന്നാണ് വിളിച്ചത്. കൃഷ്ണ എന്നാണ് ഈ കുട്ടിക്ക് പേരിട്ടത്. അങ്ങനെ ശ്യാമാനന്ദ പണ്ഡിറ്റ് ദുഃഖി കൃഷ്ണ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ദുഃഖി എന്ന് വിളിക്കൂ, അല്ലെങ്കിൽ ദുഃഖി കൃഷ്ണ. കാരണം എന്താണ്, ഇത്രയും കുട്ടികളിൽ മരണപ്പെട്ടതിന് ശേഷമാണ് ഒരു കുട്ടി ഇവർക്ക് ഉണ്ടാകുന്നത്. അത് തന്നെയുമല്ല, അവര് ഈ ദുരിക പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴേ അവര് ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ വാക്കു പറഞ്ഞിരുന്നു, ഈ കുട്ടിക്ക് ഒരു കുഴപ്പവും കൂടാതെ കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയെ ഒരു ഭക്തനായിട്ട് ആ കുട്ടിയുടെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതും ഒരു കുഴപ്പമില്ലാതെ അവർക്ക് കിട്ടുന്നതും. അപ്പം ഈ ദുഃഖിയെ ഹൃദയ ചൈതന്യയുടെ കീഴിലാണ്. അപ്പൊ ദുഃഖി ജനിച്ചപ്പോഴേ തന്നെ വിരക്തനായിട്ടാണ്, ഭൗതികമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്ത രീതിയിലാണ് ആ കുട്ടിയുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം. അപ്പൊ ഇത് കണ്ടപ്പോൾ അച്ഛനമ്മമാർക്ക് അവര് വാക്കു പറയുകയും ചെയ്തു. അവർക്ക് വളരെയധികം സന്തോഷമായി. അപ്പൊ ഹൃദയ ചൈതന്യയുടെ കീഴിലാണ് ഭക്തി പരിശീലിക്കാനായിട്ട് ഏർപ്പാടാക്കുന്നത്. ഹൃദയ ചൈതന്യ കുട്ടിക്ക് ശാസ്ത്രങ്ങളും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്താലും അത് വളരെ വേഗം ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് ഈ ദുഃഖി കൃഷ്ണയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പരിപൂർണ പരിത്യാഗിയായിട്ട് ഈ കുട്ടി വളർന്നു. അങ്ങനെ ഇരിക്കെ 12 വയസ്സായി, ഏകദേശം 12 വയസ്സായപ്പോൾ ആ കുട്ടി ഒരു ദിവസം തന്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഗംഗാ നദിയിൽ കുളിക്കണം. അപ്പൊ അന്ന് ഇവര് താമസിക്കുന്ന സ്ഥലത്തെ ഗംഗാ നദിയില്ല. അംബിക ഖൽനയിൽ വരണം ഗംഗാ നദിയിൽ കുളിക്കണമെങ്കിൽ. അപ്പം പിതാവ് ചോദിച്ചു, നീ എങ്ങനെ പോകും, അംബിക ഖൽന വരെ നീ എങ്ങനെ പോകും?
അപ്പൊ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു കൂട്ടം തീർത്ഥാടകരെ ഗംഗാ നദിയിൽ കുളിക്കാനായിട്ട് അംബിക ഖൽനയിലേക്ക് പോകുന്നുണ്ട്, ഞാൻ അവരോടൊപ്പം പോകാം. അപ്പം പിതാവ് ഒന്നും ആലോചിച്ചില്ല. അപ്പൊ എന്താ ധരിച്ചത്, ഈ കുട്ടി ഗംഗാ നദിയിൽ കുളിച്ചിട്ട് ഇവർ പോകുന്നവരോടൊപ്പം തന്നെ അവര് മടങ്ങി വരുമ്പം അവരുടെ കൂടെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിലാണ് അച്ഛനും അമ്മയും ദുഃഖി കൃഷ്ണനെ അവരോടൊപ്പം വിട്ടത്. അംബിക ഖൽനയിലെത്തി ഗംഗയിൽ മുങ്ങി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ദുഃഖി കൃഷ്ണ എന്താ ചെയ്തതെന്ന് വെച്ചാല്, അപ്പൊ ആ സമയത്ത് ഹൃദയ ചൈതന്യ അംബിക ഖൽനയിലുണ്ട്. നേരെ ഹൃദയ ചൈതന്യയുടെ ഭവനത്തിലേക്ക് പോയി, മടങ്ങി വന്നില്ല തിരികെ വീട്ടിലേക്ക്. അപ്പൊ ഹൃദയ ചൈതന്യ വളരെയധികം സന്തോഷത്തോടെ ദുഃഖി കൃഷ്ണനെ സ്വീകരിക്കുകയും ആലിംഗനം ചെയ്യുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. അപ്പം ഹൃദയ ചൈതന്യക്ക് മനസ്സിലായി ഈ കുട്ടി ഒരു സാധാരണ ശിശുവല്ല, കുട്ടിയല്ല, ഇത് ദിവ്യനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് മന്ത്രദീക്ഷ കൊടുത്തു, മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇന്നു മുതല് കൃഷ്ണദാസ് എന്നറിയപ്പെടും എന്ന് പറഞ്ഞു. അപ്പം ദുഃഖി കൃഷ്ണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണദാസ് അല്ല, ഞാന് ദുഃഖി കൃഷ്ണദാസ് ആണ് എന്ന് സ്വയം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഹൃദയ ചൈതന്യന്റെ കീഴില് കുറച്ചു നാള് ഹൃദയ ചൈതന്യക്ക് സേവനം ചെയ്തുകൊണ്ട് അംബിക ഖൽനയില് താമസിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ദുഃഖി കൃഷ്ണ ഹൃദയ ചൈതന്യോട് പറഞ്ഞു, ഞാന് ഗംഗയിൽ മുങ്ങിക്കുളിച്ചു, ഇനി എനിക്ക് യമുനയിൽ കുളിക്കണം എന്നുണ്ട്. അപ്പം ഹൃദയ ചൈതന്യക്ക് മനസ്സിലായി ദുഃഖി കൃഷ്ണ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് തനിക്ക് വൃന്ദാവനത്തിലേക്ക് പോകണം. അപ്പൊ സന്തോഷത്തോടെ ഹൃദയ ചൈതന്യം അതിന് അനുവാദം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ വൃന്ദാവനത്തിൽ പോയി ജീവ ഗോസ്വാമിയുടെ അടുക്കൽ നിന്ന് ശാസ്ത്രങ്ങളും എല്ലാം കൂടുതൽ വിശദീകരിച്ചിട്ട് പഠിച്ചെടുക്കണം, ഭക്തി തത്വം പഠിക്കണം. ഇതെല്ലാം ജീവ ഗോസ്വാമി പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നീ അംബിക ഖൽനയിലേക്ക് തന്നെ മടങ്ങി വരണമെന്നുള്ള ഉപദേശം കൊടുത്തിട്ടാണ് ദുഃഖി കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പം ദുഃഖി കൃഷ്ണ പോകുന്ന വഴി നവദ്വീപിൽ കയറി മഹാപ്രഭുവിന്റെ ഭവനത്തിൽ. അപ്പോഴേക്കും മഹാപ്രഭുവൊക്കെ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോയിരുന്നു. അപ്പം മഹാപ്രഭുവിന്റെ ഭവനത്തിൽ കയറി. അപ്പൊ അവിടെ ഈശാന ഠാക്കൂർ മാത്രമേ ഉള്ളൂ. വിഷ്ണുപ്രിയ മാതാജി, ശശി മാത ഇവരെല്ലാം തന്നെ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോയിരുന്നു. ഈശാന ഠാക്കൂർ മാത്രം അവിടെയുണ്ട്. ഈശാന ഠാക്കൂറിന്റെ കൂടെ കുറച്ചു ദിവസം താമസിച്ചു. അദ്ദേഹം വിഷ്ണുപ്രിയ മാതാജിയെ കുറിച്ചും ശശി മാതാജിയുടെ ഒക്കെ ഡിവോഷൻ എങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം നേരെ ദുഃഖി കൃഷ്ണ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. വൃന്ദാവനത്തിൽ വന്ന് നേരെ ജീവ ഗോസ്വാമിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ജീവ ഗോസ്വാമി ആ കുട്ടിയെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും തൻ്റെ കൂടെ താമസിപ്പിച്ചിട്ട് ശാസ്ത്രങ്ങളും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പം അവിടെ താമസിക്കുമ്പോൾ ദിവസവും ദുഃഖി കൃഷ്ണ എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, താൻ ആ ആശ്രമത്തിന്റെ ചുറ്റുമുള്ള, വൃന്ദാവനത്തിലാണ് ജീവ ഗോസ്വാമി താമസിക്കുന്നത്, അവിടെ ചുറ്റുപാടും ഒക്കെ അടിച്ചു വാരും. വെളുപ്പിനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവിടെ എല്ലാം അടിച്ചു വാരും ദിവസവും. ആ ഒരു സേവനം വെളുപ്പിനെ തന്നെ ചെയ്യുമായിരുന്നു. അതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ജീവ ഗോസ്വാമിയെ സേവനം ചെയ്യുകയും തൻ്റെ നാമം ജപം ഇതെല്ലാം അതിനുശേഷമാണ് നിർവഹിക്കുക. അങ്ങനെ ഒരു ദിവസം അവിടെയെല്ലാം അടിച്ചു വാരുന്ന സമയത്ത് ഒരു പാദസരം കിട്ടി. അദ്ദേഹം അത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ അത് നല്ല വിലപിടിപ്പുള്ള ഒരു പാദസരമാണ്. അത് കയ്യിലെടുത്തപ്പോൾ തന്നെ ആ ദുഃഖി കൃഷ്ണന്റെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ കടന്നു പോകുന്നതായിട്ട് അനുഭവപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു സാധാരണ പാദസരം അല്ല, അത് നമ്മെ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു, അപൂർവമായിട്ടുള്ള രത്നങ്ങൾ പതിച്ച ഒരു പാദസരമാണ്. അത് കയ്യിലെടുത്ത് തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി. എന്നിട്ട് അത് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ആ അടിച്ചു വരുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ എന്തോ അന്വേഷിച്ചിങ്ങനെ വരികയാണ്. അപ്പം ദുഃഖി കൃഷ്ണ ഇത് കണ്ടു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത് ഇവിടെ തിരയുന്നത്? അപ്പം ആ അമ്മ പറഞ്ഞു, ഇത് എൻ്റെ മരുമകളുടെ പാദസരം നഷ്ടപ്പെട്ടു.
ഞാനത് തപ്പുകയാണ്, ഇവിടെ എവിടെയോ ആണ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇത് കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാണോ ഇത്? അപ്പൊ പറഞ്ഞു ഇത് തന്നെയാണ്. അപ്പൊ ദുഃഖികൃഷ്ണ പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? അപ്പൊ പറഞ്ഞു, മരുമകളെ കൂട്ടിക്കൊണ്ടുവരൂ. അപ്പൊ ഇത് ഒരെണ്ണമേ ഉള്ളൂ എന്റെ കയ്യില്. അപ്പൊ ആ മരുമകളുടെ കാലില് മറ്റേ പാദസരം കാണുമല്ലോ, അത് കാണുമ്പോ എനിക്കറിയാം ഇതിന്റെ ഉടമസ്ഥ ശരിയായ ഉടമസ്ഥ തന്നെയാണ് എന്ന്. അപ്പം ഈ അമ്മ പറഞ്ഞു, അത് പറ്റില്ല, എന്റെ തന്നാ മതി, ഞാൻ അത് കൊണ്ടു കൊടുത്തോളാം. അപ്പൊ പറഞ്ഞു, അത് പറ്റില്ല, ഉടമസ്ഥ നേരിട്ട് വന്നെങ്കിലേ ഞാൻ ഇത് തരികയുള്ളൂ. അപ്പൊ കുറെ നേരം അവര് തമ്മില് വാക്കുതർക്കം ഉണ്ടായി. അവസാനം ദുഃഖികൃഷ്ണ പറഞ്ഞു, എനിക്കറിയാം ഇതൊരു സാധാരണ പാദസരമല്ല, ഇതൊരു ദിവ്യമായിട്ടുള്ള ആഭരണമാണ്. അപ്പൊ ഇതിന്റെ ഉടമസ്ഥയും ദിവ്യമായിട്ടുള്ള ദിവ്യത്വമുള്ള ഒരാളായിരിക്കും. അത് തന്നെയുമല്ല, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയല്ല. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ വേറെ ആരോ ആണ്. ഇനി മറച്ചു വെക്കണ്ട, പറയൂ നിങ്ങൾ ആരാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ലളിതാ സഖിയാണ്. ലളിതാ സഖിയാണ് തലേ ദിവസം രാത്രി ആ ഭാഗത്ത് കൃഷ്ണനും രാധാറാണിയും അഷ്ടസഖികളും എല്ലാവരും കൂടി അവിടെ നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയും ഒക്കെ പൊടിപിടിക്കുകയായിരുന്നു. അപ്പം നേരം പുലരാറായി. ഇവരറിഞ്ഞില്ലാതെ സമയം കടന്നു പോയത്. അപ്പം അവിടെ തത്തകളുണ്ട്. തുളസി മഹാറാണി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വൃന്ദാകുണ്ടിലാണ് തുളസി മഹാറാണിയുടെ വാസസ്ഥാനം. തുളസി മഹാറാണിക്ക് 1,00,000 തത്തകളുണ്ട്. നമ്മളൊക്കെ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ തത്തകള് തുളസി മഹാറാണിയെ അറിയിക്കും ആരൊക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന്. അപ്പം തുളസി മഹാറാണിയാണ് രാധാകൃഷ്ണന്മാരുടെ ലീലകൾക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, സമയം ഒക്കെ തീരുമാനിക്കുന്നതും. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ലീലകൾ നടത്തണം, ഇതെല്ലാം വൃന്ദാദേവി, അതായത് തുളസി മഹാറാണിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ തുളസി മഹാറാണിയുടെ തത്തകൾ പറഞ്ഞ്, നേരം പുലർന്നു തുടങ്ങി, നിങ്ങൾ വീട്ടിൽ ചെന്നില്ലെങ്കിൽ നിങ്ങളെ കൈയോടെ പിടിക്കും. അപ്പം ജഡില, അതായത് രാധാറാണിയുടെ മദറിലോ, അമ്മായിയമ്മ, അവർക്ക് എപ്പോഴും സംശയമാണ്. രാധാറാണിയുടെ ഭർത്താവ് അഭിമന്യുവാണ്. അഭിമന്യുന്റെ സഹോദരിയായ കുടിലയ്ക്കും അമ്മ ജഡിലയ്ക്കും രാധാറാണിയെ എപ്പോഴും സംശയമാണ്. രാധാറാണി പുറത്തു പോയി കഴിഞ്ഞാല് കുടില പിന്നാലെ ഉണ്ടാവും. ഇവരറിയാതെ രഹസ്യമായിട്ട് ഇവരെ പിന്തുടരുക. കുടിലയുടെ ഇതേ ഉള്ളു കുടിലയ്ക്കൊരു ജോലി. അപ്പൊ എങ്ങനെങ്കിലും കൃഷ്ണനെ രാധാറാണി കൈയോടെ പിടിക്കണം. പക്ഷെ അതൊരിക്കലും നടക്കില്ല. കാരണം പൗർണമാസി ഉണ്ട് അവിടെ. പൗർണമാസി രാധാകൃഷ്ണന്മാരെ ഒരുമിപ്പിക്കുന്ന ജോലിയിലാണ്. പൗർണമാസി ആരാന്ന് വെച്ചാല് സാന്ദീപനി മുനിയുടെ അമ്മയാണ്. സാന്ദീപനി മുനിയുടെ മകനായ മധുമംഗള് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സഖയാണ്. അപ്പം ഈ തത്തകൾ പറഞ്ഞു, വേഗം വീട്ടിൽ പോകൂ, വേഗം വീട്ടിൽ പോകൂ, സമയമായി, ഇനി ചെന്നില്ലെങ്കിൽ നിങ്ങളെ കുടില പിടിക്കും എന്ന് പറഞ്ഞ് അതെല്ലാം ഒരു കുരങ്ങനും ഉണ്ട് കൂടെ. ഇവരെല്ലാം പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം പെട്ടെന്ന് വെപ്രാളത്തില് വീട്ടിലെത്താനുള്ള തിടുക്കത്തില് കാലിൽ നിന്ന്, അപ്പൊ നൃത്തം ചെയ്യുന്ന സമയത്ത് കാലിൽ നിന്ന് പാദസരം ഊരി താഴേക്ക് വീണത് രാധാറാണി അറിഞ്ഞില്ല. മഞ്ജുഘോഷം എന്നാണ് പാദസരത്തിന്റെ പേര്. അപ്പൊ അത് വീട്ടിലെത്താറായപ്പോഴാണ് ഈ സഖികളാണ് അത് കണ്ടുപിടിച്ചത്. ആ പാദസരം കൊടുത്തത് ജഡിലയാണ്. അപ്പൊ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ജഡില ആദ്യം നോക്കുന്നത് കാലിലായിരിക്കും. അത് കണ്ടില്ലെങ്കിൽ ഇവരുടെ പണിയൊക്കെ പാളും. അപ്പൊ അതിനായിട്ട് വേഗം ലളിതാ സഖി ഓടി വന്നപ്പോൾ ഇവിടെ ഈ ദുഃഖി കൃഷ്ണൻ അടിച്ചു വരുന്നത് കണ്ടുകൊണ്ട് വേഗം വേഷം മാറിയാണ് ആ പാദസ്ഥർ അവിടെയെല്ലാം അന്വേഷിച്ചത്. അപ്പം ദുഃഖി കൃഷ്ണ പറയും, എനിക്ക് അവിടുന്ന് എനിക്ക് ആ ശരിയായിട്ടുള്ള രൂപത്തിൽ കാണണം എന്ന് പറയും. ലളിതാ സഖിയായിട്ട് കാണണം എന്ന് പറയും. അപ്പം ലളിതാ സഖി പറയും, അത് പറ്റില്ല, നിങ്ങളൊക്കെ ബദ്ധാത്മാക്കളാണ്, ബദ്ധാത്മാക്കളുടെ മുമ്പിൽ ഞങ്ങൾ ആരും പ്രത്യക്ഷപ്പെടാറില്ല. അപ്പം ദുഃഖികൃഷ്ണ വീണ്ടും 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 അപേക്ഷിക്കും. അപ്പൊ പറഞ്ഞു, നീ ഒരു സാധാരണ ഇതല്ല, ഒരു ജീവാത്മാവല്ല, നീ ഗോലോകത്തിലെ മഞ്ചരിയാണ്, കനകമഞ്ചരിയാണ് ശ്യാമാനന്ദ പണ്ഡിറ്റ്, അതായത് ദുഃഖികൃഷ്ണ. അപ്പം കനകമഞ്ചരിയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാനൊരു രാധാമന്ത്രം പറഞ്ഞു തരാം, അത് ജപിച്ചും കൊണ്ട് രാധാകുണ്ടില് കുളിച്ചു വരും. അപ്പൊ നീ ശരിക്കും ആ കനകമഞ്ചരിയുടെ രൂപത്തിലാവും. എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് ദർശനം തരികയുള്ളൂ. അപ്പൊ രാധാറാണി ഒരു വൃക്ഷത്തിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. രാധാറാണി ഇതെല്ലാം കേൾക്കുന്നുണ്ട്.
അപ്പം ദുഃഖി കൃഷ്ണൻ എന്ത് ചെയ്യും? ഈ മന്ത്രം ലളിതാ സഖി പറഞ്ഞു കൊടുക്കും. അതും ഇരുവിട്ടുകൊണ്ട് രാധാകുണ്ടലിൽ കുളിച്ചു വന്ന് കനകമഞ്ചരിയുടെ രൂപത്തിൽ വരും. അപ്പം വന്ന് ലളിതാ സഖിയെ നമസ്കരിക്കും. അപ്പൊ രാധാറാണി മുൻപിൽ പ്രത്യക്ഷമാകും. രാധാറാണിയെ നമസ്കരിക്കും. അപ്പൊ ഈ കനകമഞ്ചരിക്ക് സന്തോഷം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നാളും ദുഃഖി കൃഷ്ണ രാധാഭക്തനാണ്, രാധാറാണിയാണ് കൂടുതലും ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. തന്റെ മുന്നില് ലളിതാ സഖിയുമുണ്ട്, രാധാറാണിയുമുണ്ട്. അപ്പം ഈ പാദസരം ലളിതാ സഖിയുടെ കയ്യിൽ കൊടുക്കും. ആ പാദസരം കാണിക്കുമ്പോൾ ദുഃഖി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് താനെ അത് വഴുതി ലളിതാ സഖിയുടെ കയ്യിൽ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൊടുത്തിട്ട് അപ്പം രാധാറാണി ലളിതാ സഖിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചിട്ട് ആ ദുഃഖി കൃഷ്ണയുടെ, അതായത് കനകമഞ്ചരിയുടെ നെറ്റിയില് ഒരു തിലകം അണിയിച്ചു കൊടുക്കും. രാധാറാണിയുടെ പാദത്തിന്റെ ഷേപ്പില് തിലകം അണിയിച്ചു കൊടുക്കും. അതിന്റെ നടുവിൽ ഒരു ചുമന്ന വട്ടവും ഉണ്ടാവും. ആ വട്ടവും വരച്ചു കൊടുക്കും. അപ്പൊ എന്ന് പറയും, ഇന്നു മുതൽ നീ ദുഃഖി കൃഷ്ണയല്ല, ശ്യാമാനന്ദൻ എന്ന പേരിൽ നീ അറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് ആ മഞ്ചരിയുടെ രൂപം മാറി ദുഃഖി കൃഷ്ണ ആകും. അവര് രാധാറാണിയും ലളിതാ സഖി അപ്രത്യക്ഷരാവുകയും ചെയ്യും. അപ്പം ശ്യാമാനന്ദൻ വളരെയധികം സന്തോഷത്തോടെ ജീവ ഗോസ്വാമിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയും. അപ്പൊ ജീവ ഗോസ്വാമിക്ക് വളരെയധികം സന്തോഷമാകും. അന്ന് ഇപ്പം നമ്മളുടെ ഇടയിലൊക്കെ മത്സരമുണ്ട്. ഒരാൾക്ക് കൂടുതൽ സേവനം കിട്ടി, അല്ലെങ്കിൽ ഒരാൾ ഭക്തിയിൽ മുന്നേറുന്നതായാൽ നമുക്ക് എല്ലാവർക്കും അവരോട് അസൂയായിരിക്കും. പക്ഷെ അന്നുള്ളവർക്ക് അങ്ങനെയില്ല. നമ്മൾ കണ്ടതാണ് ഷഡ് ഗോസ്വാമിമാർ, അവർക്ക് പരസ്പരം സ്പർദ്ധയോ ഈർഷ്യയോ ഒന്നുമില്ല. അവര് ഓരോരുത്തരും ഓരോ സേവനം ഏറ്റെടുക്കും. അങ്ങനെ മത്സരമില്ലാതെയാണ് അവർ ഭക്തിയിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും. അവർക്ക് അവരുടെ റിയലൈസേഷൻസ് അവർ പങ്കുവെക്കും. അങ്ങനെ സ്നേഹപൂർവ്വമാണ് അവരവിടെ വൃന്ദാവനത്തിൽ കഴിഞ്ഞിരുന്നത്. അപ്പൊ ജീവ ഗോസ്വാമിക്ക് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. ശ്യാമാനന്ദനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ വെറും ശ്യാമാനന്ദനല്ല, നീ ശ്യാമാനന്ദ പണ്ഡിറ്റാണ്. കാരണം ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് രാധാറാണിയുടെ എന്താ ദർശനം കിട്ടുക എന്ന് പറയുന്ന അത്ര നിസ്സാര കാര്യമല്ല. നിന്റെ ഭക്തി അത്രയ്ക്ക് ഔന്നത്യത്തിൽ ഉള്ളതാണ്. അത് ജീവ ഗോസ്വാമി എല്ലാവരോടും വിവരം പറയും. അപ്പൊ എല്ലാവർക്കും സന്തോഷമാകും. അപ്പം അത് കഴിഞ്ഞ് ജീവ ഗോസ്വാമിയെ സേവിച്ചുകൊണ്ട് ശ്യാമാനന്ദ പണ്ഡിറ്റ് അവിടെ കഴിച്ചു കൂട്ടും. അപ്പൊ ജീവ ഗോസ്വാമി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് ഒരു ദിവസം പറയും, നിങ്ങളിപ്പം ശ്രീനിവാസ ആചാര്യരുണ്ട്, നരോത്തം ദാസ് ഠാക്കൂർ ഉണ്ട്. അപ്പൊ അവരെ ഈ ഷഡ് ഗോസ്വാമികളുടെ ബുക്കുകൾ ഏൽപ്പിക്കും. ബുക്കുകളിൽ ബംഗാളിൽ വിതരണം ചെയ്യാനായിട്ട് ഏൽപ്പിക്കും. ആ കഥയൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇവരെ 3 പേരെയും വിടും. അങ്ങനെ ബംഗാളിൽ വിഷ്ണുപൂരിൽ വെച്ചിട്ട് ഗോപാലപുരയിലെ വിഷ്ണുപൂരിൽ വെച്ചിട്ടാണ് ആ ബുക്കുകൾ നഷ്ടപ്പെടുന്നത്. ബീർഹാംബീർ രാജാവാണ് അത് കൊള്ളയടിക്കുന്നത്. അപ്പൊ അങ്ങനെ ബുക്കുകൾ അന്വേഷിച്ച് നടന്ന് അത് കണ്ടുകിട്ടാതെ വരുമ്പോൾ ശ്രീനിവാസ ആചാര്യര് ശ്യാമാനന്ദനോടും നരോത്തം ദാസ് ഠാക്കൂറിനോടും പറയും, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. നരോത്തം ദാസ് ഠാക്കൂറിനെ അംബിക ഖൽനയിലേക്ക് വിടും, ശ്യാമാനന്ദനെ ഒറീസയിലേക്കും വിടും. അവിടെ ഭക്തി പ്രചരിപ്പിച്ചോളൂ, ഞാൻ ഈ ബുക്കുമായിട്ട് തിരിച്ച് മടങ്ങുകയുള്ളൂ എന്ന് പറയും. ബുക്കുകൾ ഇവിടെ വിതരണം ചെയ്യണം, എനിക്കല്ലാതെ ജീവ ഗോസ്വാമിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്ന്. അതിൽ ഭേദം ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ ആചാര്യര് അവിടെ ആ വിഷ്ണുപൂരിൽ തങ്ങും. പിന്നീട് ബുക്ക് കണ്ടുപിടിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു, അത് ഓർമ്മയുണ്ടാകുമായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ ശ്യാമാനന്ദന് ഒറീസയില് പ്രചരണം തുടരും. അപ്പോൾ തന്റെ ഗുരുവായ ഹൃദയ ചൈതന്യയുടെ അടുത്ത് വരും. അപ്പൊ ഹൃദയ ചൈതന്യ ഈ നെറ്റിയിലെ ഈ തിലകം കാണും. തിലകം കാണുമ്പം ഹൃദയ ചൈതന്യം ചോദിക്കും, ഈ തിലകം എന്താ നീ മാറ്റി തൊട്ടിരിക്കുന്ന? ഈ തിലകമല്ലല്ലോ നമ്മൾ ധരിക്കുക എന്ന് പറയും. അപ്പൊ അവൻ ഗോപീചന്ദനം കൊണ്ടുള്ള തിലകമായിരുന്നു നേരത്തെ ധരിച്ചിരുന്നത്. അപ്പൊ പറയും, അതല്ല ഇത്. അപ്പൊ നടന്ന കാര്യങ്ങൾ പറയും. രാധാറാണി ലളിതാ സഖിയും പ്രത്യക്ഷമായത്, പാദസരം കിട്ടിയതും അത് തിരിച്ചേൽപ്പിച്ചതും, രാധാറാണി ആ പാദസരം വെച്ചിട്ട് തന്റെ നെറ്റിയിലെ തിലകം തൊട്ട് തന്നതും ഒക്കെ പറയുമ്പോ ഹൃദയാനന്ദന് ഇഷ്ടപ്പെടില്ല. അപ്പൊ പറയും, ആ തിലകം മായ്ച്ചു കളയാൻ പറയും. അപ്പം അത് മായ്ക്കില്ല. പറയും, അതെങ്ങനെയാണ്? രാധാറാണി തൊട്ട് തന്ന തിലകമാണ്, അത് അപരാധമാണ്, അത് മായ്ക്കുന്നത്. അത് പറ്റില്ല. തന്റെ ഗുരുവിന്റെ നിർദ്ദേശമാണ്, അനുസരിക്കാതിരിക്കാനും പറ്റില്ല. അപ്പൊ ശ്യാമാനന്ദ പണ്ഡിറ്റ് ആ തിലകം മായ്ക്കുമ്പോ ആ സ്ഥാനത്ത് വീണ്ടും
ആ തിലകം പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ അനേകം പ്രാവശ്യം തിലകം മായ്ക്കും, ആ തിലകം വീണ്ടും വരും. അപ്പൊ ഇത് കണ്ടിട്ട് ഹൃദയാനന്ദന്റെ ഉള്ളെന്ന് നടുങ്ങും. ഇത് നിസ്സാരമല്ലല്ലോ, ഇവന്റെ ഭക്തി, രാധാറാണിയോടുള്ള ആ ഭക്തി കുറച്ചൊന്നുമല്ല, ഇവൻ ശുദ്ധഭക്തൻ തന്നെയാണ്, തനിക്ക് അബദ്ധമായല്ലോ എന്ന് ഉള്ളാലെ വിചാരിക്കും, പക്ഷെ പുറമേ കാണിക്കില്ല. പുറമേ ശ്യാമാനന്ദനോട് പറയും, നീ ഇവിടം വിട്ടു പൊക്കോളൂ, എന്റെ മുന്നിൽ വരരുത് എന്ന് പറയും. അപ്പൊ വളരെ സങ്കടത്തോടെ ശ്യാമാനന്ദ പണ്ഡിറ്റ് ഹൃദയ ചൈതന്യ അടുത്തു നിന്നും പോയി മറ്റേ അവിടെ ഹൃദയ ചൈതന്യ ചെയ്തത് മാതിരി അവിടെ ഗംഗാ നദിയുടെ തീരത്ത് വളരെ സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ അന്ന് രാത്രി രാധാറാണി ഹൃദയ ചൈതന്യയുടെ സ്വപ്നത്തിൽ വന്നിട്ട് ഹൃദയ ചൈതന്യയെ ശാസിക്കും. ഞാൻ തൊട്ടുകൊടുത്ത തിലകമാണ്, അവൻ എൻ്റെ ഭക്തനാണ്, അവൻ നീ വിചാരിക്കുന്നത് പോലെ അല്ല, അവൻ കനകമഞ്ചരിയാണ്, അവൻ ഞങ്ങളുടെ നിത്യലീലയില് ഞങ്ങളുടെ സഖിയാണവൻ, കനകമഞ്ചരിയാണ്, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അവനെ ശാസിക്കാന്, ഞാനാണ് ആ തിലകം തൊട്ടുകൊടുത്തത് എന്ന് പറഞ്ഞ് ശാസിക്കും ഹൃദയ ചൈതന്യം. അപ്പൊ ഹൃദയ ചൈതന്യക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ തന്നെ ശ്യാമാനന്ദ പണ്ഡിറ്റിനെ കണ്ടുപിടിച്ച് ക്ഷമ ചോദിച്ച് തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ ഈ സമയത്ത് ഗൗരിദാസൻ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോയി എന്നുള്ള വിവരം ശ്യാമാനന്ദ പണ്ഡിറ്റും ഹൃദയ ചൈതന്യയും അറിയും. അപ്പൊ ഹൃദയ ചൈതന്യക്ക് വളരെയധികം വിഷമമായിട്ട് ഇനിയും ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹൃദയ ചൈതന്യം കുറച്ച് ദിവസങ്ങൾക്കകം ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം ശ്യാമാനന്ദ പണ്ഡിറ്റ് വീണ്ടും ഒറീസയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് ഈ ഭക്തി പ്രചരിപ്പിക്കുകയും ബുക്കുകൾ വിതരണം ചെയ്യുകയും അവിടെ ഉള്ളവരെയൊക്കെ ഭക്തരാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെ ഒറീസയിലെ എല്ലാ പ്രദേശങ്ങളും ധാരിണ്ട, നൃസിംഹപൂർ, ബൽറാംപൂർ, ഗോപി ബല്ലഭ്പൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രീച്ചിങ് ചെയ്യുകയും എല്ലാവരെയും ഭക്തരാക്കി മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ മുഖ്യനാണ് രസികാനന്ദ പണ്ഡിറ്റ്. രസികാനന്ദ പണ്ഡിറ്റിന്റെ, ശ്യാമാനന്ദ പണ്ഡിറ്റിന്റെ ഒക്കെ ഭജന കുടീരം നമുക്ക് ഒറീസയില് ഈ ഗംഭീരയ്ക്ക് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണിച്ചു തന്നതാണ്. ഞാൻ പുരിയിൽ പോയി വന്നപ്പം എല്ലാ സ്ഥലങ്ങളുടെയും വീഡിയോ ഒക്കെ കാണിച്ചു തന്ന ആ സ്ഥലത്തിന്റെ മഹാത്മ്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് ഇതും പറഞ്ഞ് കാണിച്ചതാണ്. ഓർക്കുന്നുണ്ടോന്നറിയില്ല, അന്നുണ്ടായിരുന്നവർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവാം. രസികാനന്ദ പണ്ഡിറ്റിന്റെ, ശ്യാമാനന്ദ പണ്ഡിറ്റിന്റെ ഒക്കെ ഭജന കുടീരം ഇരുന്ന സ്ഥലങ്ങള് അത് ഇന്നും ഉണ്ട്. പുരിയിൽ ചെന്നാല് ഗംഭീരയ്ക്ക് അടുത്തായിട്ട് അത് കാണാൻ സാധിക്കും. പിന്നീട് ആ ഭക്തി പ്രചരിപ്പിച്ച് കുറെ നാളിന് ശേഷം ശ്യാമാനന്ദ പണ്ഡിറ്റും ഈ രസികാനന്ദ പണ്ഡിറ്റിനെ എല്ലാ ചുമതലകളും ഏർപ്പാടാക്കി ശ്യാമാനന്ദ പണ്ഡിറ്റും ഈ ഭൗതിക ലോകം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെ ഇടയില് വേറൊരു സംഭവം നടക്കുന്നുണ്ട്, അത് പറയാൻ വിട്ടുപോയി. രാധാറാണി പാദസരം കൊണ്ട് തിലകം തൊടിയിക്കുകയും രാധാറാണി ശ്യാമാനന്ദന്റെ ഡിവോഷൻ കണ്ടിട്ട് രാധാറാണി ശ്യാമസുന്ദരന്റെ ഒരു വിഗ്രഹം രാധാറാണിയുടെ ഹൃദയത്തിൽ നിന്ന് പ്രകടമാക്കുകയും ശ്യാമസുന്ദരന്റെ ഒരു വിഗ്രഹം ഈ ശ്യാമാനന്ദന്, അതായത് ദുഃഖി കൃഷ്ണയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കുക, എന്നിട്ട് ഈ വിഗ്രഹം ഒരു ക്ഷേത്രം പണിത് അവിടെ ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കണം. ഈ ആരൊക്കെയാണോ രാധാ ശ്യാം സുന്ദറിന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ആ ഭഗവത് ധാമത്തിലേക്ക് ശുദ്ധ ഭക്തി കിട്ടി അവർക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും എന്ന് രാധാറാണി പറയുകയും ചെയ്തു. അങ്ങനെ ശ്യാമാനന്ദന് ഇന്നും നമുക്ക് കാണാം രാധാ ശ്യാം സുന്ദറിന്റെ ടെമ്പിള് അവിടെയുണ്ട്. വൃന്ദാവനത്തിൽ പോകുന്നവരൊക്കെ അവിടെ സന്ദർശിക്കാതിരിക്കില്ല. അവിടെ ശ്യാമാനന്ദ പണ്ഡിതന്റെ സമാധിയും അവിടെ അടുത്ത് തന്നെ, ടെമ്പിളിനോട് അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അവിടെ ഇരുന്ന് ഭജിച്ച മുറികളും ഒക്കെ ഉണ്ട് അവിടെ. അതിസുന്ദരമായിട്ടുള്ള ഒരു വിഗ്രഹമാണ് രാധാ ശ്യാം സുന്ദറിന്റെ വിഗ്രഹം എന്ന് പറയുന്നത്. അവിടെ പോയി ദർശനമെടുത്ത് അവിടെ എന്തെങ്കിലും സേവനം ചെയ്ത് അടിച്ചു വാരിക്കുകയോ അല്ലെങ്കിൽ പൂക്കള് കൊണ്ട് മാല വാങ്ങിച്ച് അവിടെ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് രാധാറാണി തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് രാധാ ശ്യാം സുന്ദറിന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നത് അവർക്ക് വളരെ വേഗം ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അവർക്ക് ആ ഉന്നത ഭക്തിയുടെ തലത്തിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും.
അങ്ങനെ ഹൃദയ ചൈതന്യ ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോയി. പിന്നീട് കുറെ നാളിന് ശേഷം ശ്യാമാനന്ദ പണ്ഡിറ്റും തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് രാധാകൃഷ്ണന്മാരുടെ നിത്യലീലയിൽ പ്രവേശിക്കുകയും ചെയ്തു. തന്റെ മുഖ്യ ശിഷ്യനായ രസികാനന്ദ പണ്ഡിറ്റിനെ തന്റെ ആശ്രമത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് പ്രചാരണം നടത്തേണ്ട ചുമതലയും രസികാനന്ദ പണ്ഡിറ്റിന് ഏൽപ്പിച്ചു. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ആചാര്യനെ കുറിച്ചിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ശരി, കട്ടിയുള്ളതാണ്, എല്ലാവർക്കും മനസ്സിലാവും. മാതാജി, ഈ പറഞ്ഞ വിഗ്രഹം വൃന്ദാവനത്തിൽ ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? രാധാശ്യാം സുന്ദർ. നമ്മള് നിധിവൻ കഴിഞ്ഞ് നടന്നു പോയി കുറച്ച് നടന്നു കഴിഞ്ഞാല് എത്തുന്നത് രാധാശ്യാം സുന്ദർ. അവിടെ ഗോപുരമുണ്ട്, ഒരു ആർച്ചുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാധാശ്യാം സുന്ദർ ടെമ്പിൾ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്നൊരു 2 മിനിറ്റ് മുന്നോട്ട് നീങ്ങിയാൽ രാധാ ഗോകുലാനന്ദന്റെ ടെമ്പിളും ഉണ്ട്. ഞാൻ അതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലോകനാഥ് ഗോസ്വാമിയുടെ സമാധി ഈ രാധാ ഗോകുലാനന്ദ ടെമ്പിളിലുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും അടുത്തടുത്താണ്. രാധാശ്യാം സുന്ദറിന്റെ ടെമ്പിൾ അറിയില്ല, നടന്നു പോയാൽ മതി, ഇല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. രാധാ ദാമോദറിൽ നിന്ന് അവിടെ നിന്ന് നടങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞാല് നിധിവൻ ഒക്കെ എത്തും. നിധിവൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നടന്നാല് രാധാശ്യാം സുന്ദറിന്റെ ടെമ്പിള്. അവിടെ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് നീങ്ങിയാല് രാധാ ഗോകുലാനന്ദ. വൃന്ദാവനത്തിൽ പോകുന്നവരൊക്കെ ഇവിടെ പോകാതിരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് രാധാശ്യാം സുന്ദർ. അതിസുന്ദരമായിട്ടുള്ള ഒരു ഡേറ്റിയാണ്, അത് കാണേണ്ടതാണ്. അതിമനോഹരമാണ് രാധാശ്യാം സുന്ദർ. ഒരു വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ടും ഒക്കെ ഉണ്ട് അവിടെ. അവിടെ ശ്യാമാനന്ദ പണ്ഡിറ്റിന്റെ ഭജനമുറി ഒക്കെ കാണാം, സമാധിയും കാണാം അവിടെ. ഹരേ കൃഷ്ണ. വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് വൃന്ദാവനിൽ പോകുമ്പോൾ മാതാജിയുടെ നമ്പർ നോട്ട് ചെയ്യുക. മാതാജി ഉണ്ട്, അച്യുതലീല മാതാജി ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓൾ ഇസ്കോൺ ഡിവോട്ടീസിന്റെ കൂടെ പോയാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അല്ല ചുമ്മാ ചില ഭക്തജനങ്ങൾ പോകുന്നുണ്ട്, പോയിട്ട് അവിടെ ഒന്നും മനസ്സിലാകാതെ തൊഴുതിട്ട് വരുന്നുണ്ട്. അതുപോലെ ആകരുത്. എപ്പോഴും ഭക്തന്മാരുമായിട്ട് ഒരുമിച്ച് വേണം വൃന്ദാവനിൽ പോകാൻ. ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും വരിക. മാതാജിയോട്, മാതാജിയുടെ കുടുംബത്തോട് അതിനുപുറം നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കോടി വൈഷ്ണവത്തേക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശില പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ മാതാജി, ധന്യവാദ പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, ധന്യവാദം. ഹരേ കൃഷ്ണ.